ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി ഫുഡ് സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ഫേമസ് ആയ ശേഖർ ഫുഡ്സ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ അവർ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടത്തി ഒന്നുകൂടെ തുടങ്ങിയിരിക്കുകയാണ്. പഴയത് അവിടെ തന്നെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയതാണ് കേട്ടോ. ഇന്നും അവിടേക്ക് തന്നെയാണ് വണ്ടി വിട്ടത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും മീൽസ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വിടുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം 3:30 മണിക്കാണ് ഞങ്ങൾ മീൽസിന് വേണ്ടിയിട്ട് അവിടേക്ക് കയറി ചെല്ലുന്നത്. പക്ഷെ ഞങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളന്ന് ക്ലീനിങ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് രാവിലെ തൊട്ട് വീട് ക്ലീനിങ്ങിലായിരുന്നു. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്നാണല്ലോ. അതുകൊണ്ട് രണ്ട് കൽപ്പിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കൊരു ഇലയിൽ ചോറും കുറച്ച് പച്ചക്കറിയും ഒരു വറുത്ത മീനും ഇത്രയുണ്ടെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ ലേറ്റായി വന്നുകൊണ്ട് തന്നെ ഇവിടത്തെയും കുറേ ഐറ്റംസ് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. വറുത്ത മീനിനായിട്ട് കാത്തിരുന്ന് വയറ് കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഉള്ള കറിയെല്ലാം വെച്ച് ചോറും കഴിക്കാൻ തുടങ്ങി. പക്ഷെ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ ഓർഡർ ചെയ്ത ഐറ്റം എത്തിയിരിക്കുന്നു. ചെമ്പല്ലി എന്ന് പറയുന്നൊരു മീനാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഈ ഒരു മീനിന് മാത്രം 350 റുപ്പീസ് ഉണ്ട്. പക്ഷെ റേറ്റിന് മാത്രം ആ ഫിഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിന്റെ കൂടെ ഓർഡർ ചെയ്തത് ഒരു പ്രോൺസ് ആണ്. ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്ക് അത് കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഈ 2 ഐറ്റം മാത്രം വാങ്ങിയതുകൊണ്ട് അതിന്റെ അസ്ഥിക്കൂടം കാണുന്നവരെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെങ്കിലും എന്തോ ഈ നാടൻ ഐറ്റംസിനോട് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആരും കണ്ണു വെക്കരുത്. നമ്മളെല്ലാവരും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. കഴിക്കാൻ പറ്റുന്ന അത്രയും കാലം നല്ലോണം ഭക്ഷണം കഴിക്കുക. അത് വെച്ച് വാരി വലിച്ച് കഴിക്കാന്നല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങൾ സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ സാധാ ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ വയററിഞ്ഞും ശരീരം അറിഞ്ഞും നമ്മൾ ഭക്ഷണം കഴിക്കണം. എന്തൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്താലും ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല പല അസുഖങ്ങളൊന്നും വരും. അതുകൊണ്ട് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ വാങ്ങി കഴിച്ചോളൂ. അപ്പം നാടൻ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ശേഖർ ഫുഡ്സിലേക്ക് പോവാം.